ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും നമ്മളുടെ ചുറ്റുമുള്ള ഷോപ്പുകളൊക്കെ നോക്കുമ്പോൾ കുറേ കാലം മുമ്പുള്ള ഷോപ്പൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു തുണിക്കടയായിരിക്കും, ചിലപ്പോൾ ഒരു ബേക്കറി ആയിരിക്കും. വളരെ നന്നായി ബിസിനസ് ചെയ്യുന്നുണ്ടാവും, നല്ല തിരക്കൊക്കെയുള്ള സ്ഥലമായിരിക്കും. പക്ഷേ ഇവരധികം ഒന്നും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ വളരെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള വലിയ ബ്രാൻഡുകളോട് പോലും കിടപിടിക്കാവുന്ന രീതിയിലുള്ള രുചിയൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, റെസ്റ്റോറൻറ്റും ബേക്കറിയൊക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും 1-2 ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് അവരിപ്പോഴും ഒതുങ്ങി നിൽക്കുകയായിരിക്കും. 40-50 വർഷങ്ങളൊക്കെ ആയിട്ടുള്ള ബിസിനസ്സായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇവർ വളരാത്തത് അല്ലെങ്കിൽ വലുതാവാത്തത്? കേരളത്തിലുള്ള മിക്ക ബിസിനസ്സുകളും സത്യം പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. പലർക്കും വളരാൻ പറ്റുന്നില്ല, വലുതാകാൻ പറ്റുന്നില്ല. എന്തൊക്കെയായിരിക്കാം കാരണം? പ്രധാനമായും 3 കാരണങ്ങളാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. പലപ്പോഴും നമുക്ക് തോന്നും ഫൈനാൻഷ്യൽസ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് വളരാത്തത് എന്നുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുള്ള കഴിഞ്ഞ 30-40 വർഷമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പോയിട്ടുള്ളൊരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം ഫിനാൻസൊക്കെ അവർക്ക് ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബാങ്ക് ലോൺ എടുക്കാനുള്ള സംവിധാനങ്ങളെങ്കിലും അവർക്ക് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തെ ഞാനൊന്ന് മാറ്റി നിർത്തുകയാണ്. കാരണം അതല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും ആദ്യത്തെ പ്രശ്നം ഫിയർ ഓഫ് ടേക്കിംഗ് റിസ്ക് എന്നുള്ളതാണ്. റിസ്ക് എടുക്കാൻ സാധാരണ ആളുകൾക്ക് നല്ല മടിയാണ്, പ്രത്യേകിച്ചും മലയാളിക്ക്. റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ പുതിയൊരു മാർക്കറ്റിലേക്ക് പോകണം, അവിടെയുള്ള ആളുകളെ അവെയർ ആക്കണം, ഈ എൻറ്റയർ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അതൊന്നും വേണ്ട, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അങ്ങ് പോട്ടെ. ഞാൻ ചിലപ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും ആസ് എൻ ഓണർ, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു സെയിൽസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ ഓക്കെയാണ്, കുറേ കാലമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാനിങ്ങനെ പോകുന്നു, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ചിന്ത. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്ന് ഏറ്റവും അധികം തടസ്സം നിൽക്കുന്ന ചിന്തയാണ് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ചിന്ത. ഇവിടെയാണ് ആക്ച്വലി നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ വേണ്ടത്, കൂടുതൽ പഠിക്കേണ്ടത്, കൂടുതൽ എക്സ്പോഷർ ഉണ്ടാവേണ്ടത്, ജീവിതം കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്ത വേണ്ടത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും അടുത്ത ലെവലിലേക്കൊക്കെ നമുക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുക. രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ലാക്ക് ഓഫ് മാനേജ്മെൻറ്റ് സ്കിൽസാണ്. മാനേജ്മെൻറ്റ് സ്കിൽസും ലീഡർഷിപ്പ് സ്കിൽസും ഒക്കെ വേണമെങ്കിൽ ഒരുമിച്ച് പറയാം. പലപ്പോഴും ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഡ്രൈവ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ടീമിനെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനം, ഇതൊന്നും കറക്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് എക്വയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഈ മാനേജ്മെൻറ്റ് സ്കില്ല് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചറോ സിസ്റ്റമോ ഒക്കെ ഉണ്ടാക്കാനോ അത് കൃത്യമായി ഫോളോ ചെയ്യാനോ ഒന്നും വലിയ താല്പര്യവും കാണില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവേ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് എൻ്റെ കയ്യെത്തും ദൂരത്തുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്, എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അങ്ങനെ പോകാം എന്നുള്ളൊരു ചിന്തയുണ്ടാകുന്നു. അവിടെയാണ് പലപ്പോഴും പല ആളുകൾക്കും തിരിച്ചടി ഉണ്ടാകുന്നത്, ഇരുന്നിടത്ത് തന്നെ അവരിരുന്നു പോകുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവം, പല ആളുകളും അത്യാവശ്യം നല്ല രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 30-40 വർഷമായിട്ട് ബിസിനസ് നന്നായി പോകുന്നതാണ്. മാത്രമല്ല ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നല്ല മാർജിനും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മക്കളെയൊക്കെ അവർ ചിലപ്പോൾ വിദേശത്തടക്കം വിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. നല്ല രീതിയിൽ അവർ ചിലപ്പോൾ ബെൻസ് കാറിലോ BMW ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവും. അതായത് വളരെ കംഫർട്ടിലാണ് മക്കളൊക്കെ ജനിച്ചു വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ട്രഡീഷണൽ ബിസിനസ് ഏറ്റെടുക്കാൻ പലർക്കും താല്പര്യമില്ല. അവർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊഫഷനുകളിലേക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ അന്വേഷിച്ച് പോകുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സഷൻ പ്ലാനിങ് കറക്റ്റ് ആവുന്നില്ല. പല ബിസിനസ്സുകളുടെയും ഫ്യൂച്ചർ എന്ന് പറയുന്നത് വലിയ ഡാർക്കാണ്. കാരണം അവർക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. കാരണം മക്കളാരും തന്നെ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറല്ല. സിസ്റ്റമാറ്റിക് ആണെങ്കിൽ ഒരുപക്ഷെ പലരും എടുക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പല ബ്രാൻഡുകളെയും സിസ്റ്റമാറ്റിക് ആക്കാനായിട്ട് നമ്മൾ പോവാറുമുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് അല്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് തന്നെ പുതിയ തലമുറ അത് ഏറ്റെടുക്കാൻ തയ്യാറാവാത്തതും പലപ്പോഴും ഇതിൻ്റെ വളർച്ചയ്ക്ക് വലിയ ഒരു തടസ്സമായി മാറുന്നുണ്ട്. ഈ 3 കാരണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഫണ്ടിൻ്റെ ലഭ്യത എന്ന് പറയുന്നതും മാർക്കറ്റ് സാച്ചുറേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ ഇരുന്നാൽ മതി എന്നുള്ളൊരു തോന്നൽ അവരെ പിറകിലേക്ക് പിടിച്ചു വലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ഓൾ ദ ബെസ്റ്റ്.